കഥയുടെ തുടക്കത്തിൽ ഒരു മരുഭൂമിയാണ് കാണിക്കുന്നത്. അതിന്റെ നടുക്കൊരു റോഡുണ്ട്. ആ റോഡിലൂടെ ഒരു കാറ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശത്തൊന്നും ആരും ഇല്ല. അതുപോലെ ആ കാറിനുള്ളിൽ രണ്ടുപേരുണ്ട്. അവര് ഹസ്ബൻഡും വൈഫുമാണ്. ഹസ്ബൻഡിന്റെ പേര് ജെഫ് എന്നും അതുപോലെ വൈഫിന്റെ പേര് സാറ എന്നുമാണ്. ഇപ്പൊ വൈഫ് നല്ല ഉറക്കത്തിലാണ്, അതായത് സാറ. എന്നാൽ ജെഫ് വണ്ടി ഓടിക്കുന്ന നേരത്ത് അവൻ കുടിച്ചോണ്ടിരുന്ന കോഫി തീർന്നു പോവാണ്. അതുകൊണ്ട് തന്നെ ബാക്കിൽ കുറച്ച് കോഫി ഇരിപ്പുണ്ട്. അതെടുക്കാനായിട്ട് സാറയോട് പറയണമെന്നുണ്ട്. പക്ഷെ അവൾ ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അവളോട് പറയുന്നില്ല. പകരം അവൻ കുറച്ചു നേരത്തേക്ക് ബാക്കിലോട്ട് നോക്കിയിട്ട് ആ ഒരു കോഫി എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ പെട്ടെന്നായിരിക്കും സൈഡിൽ നിന്നൊരു കാറ് അവന് കുറുക്ക് വയ്ക്കുന്നത്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ കാറ് വെട്ടിച്ചു മാറ്റുകയാണ്. ജസ്റ്റ് മിസ്സിന് വണ്ടി തട്ടാതെ രക്ഷപ്പെട്ടു പോയി. എന്തായാലും ഈ വെട്ടിച്ചു മാറ്റിയ സമയത്ത് സാറ് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. അവളും കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും പ്രശ്നമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ കാറിൽ അങ്ങനെ പോവാണ്. പിന്നീട് അവരൊരു പെട്രോൾ പമ്പിൽ കയറിയിട്ട് കാറിന് പെട്രോൾ അടിക്കുകയാണ്. ജെഫ് വണ്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അതിന്റെ ബോണറ്റൊക്കെ തുറന്നിട്ട് ഓയിലൊക്കെ മാറുന്നുണ്ട്. സാറ ഈ നേരം ബാത്റൂമിൽ പോയിട്ടുണ്ട്. അപ്പോഴായിരിക്കും നേരത്തെ കണ്ട ആ ട്രക്കുകാരനില്ലേ അങ്ങേരെ അങ്ങോട്ട് വരുന്നത്. ആ ട്രക്കിൽ തന്നെ രണ്ടുപേരുണ്ടായിരുന്നു. അതിലൊരാൾ വന്നിട്ട് ജെഫിനോട് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങും. പക്ഷെ ജെഫിന് ദേഷ്യപ്പെട്ട് പ്രശ്നം ഉണ്ടാക്കാനൊന്നും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങേരോട് ക്ഷമ പറയുകയാണ്. എന്തായാലും ഈ ഒരു ട്രക്കുകാരൻ വഴക്കുണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും സാറ കൂടെ അങ്ങോട്ട് വരുന്നത്. സാറയോട് ആ ഒരു ട്രക്കുകാരൻ, അതായത് തൊപ്പിക്കാരൻ പറയുന്നുണ്ട്, സൂക്ഷിച്ചൊക്കെ പോണം, എവന്റെ കൂടെ ഉള്ള പോക്ക് അത്ര ശരിയല്ലാന്ന്. എന്തായാലും ഇവർ രണ്ടുപേരും ഇത് മൈൻഡ് ചെയ്യാതെ ജെഫും സാറയും കൂടെ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. പോകുന്ന നേരത്ത് ഈ തൊപ്പിക്കാരനും അതുപോലെ തന്നെ മറ്റേ ആളുണ്ടല്ലോ, തൊപ്പിക്കാരന്റെ കൂടെ വന്ന ആള്, അവർ രണ്ടുപേരും കൂടെ ജെഫിനെയും സാറയും നല്ല രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. എന്തായാലും ഇപ്പം ജെഫും സാറയും കൂടെ കാർ ഓടിച്ച് പോവാണ്. അങ്ങനെ പോകുന്ന നേരത്ത് പെട്ടെന്നായിരിക്കും കാറിന് എന്തോ പറ്റുന്നത്. അതിലുള്ള എല്ലാ ലൈറ്റും കത്തുന്നുണ്ട്. എഞ്ചിൻ വാർണിംഗ് ലൈറ്റ്, ഹാൻഡ് ബ്രേക്കിന്റെ വാർണിംഗ് ലൈറ്റ്, ഓയിലിന്റെ വാർണിംഗ് ലൈറ്റ്, ഹീറ്റിന്റെ വാർണിംഗ് ലൈറ്റ് എല്ലാം ഒരുമിച്ച് കത്തുകയാണ്. അവസാനം വണ്ടി ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ പുറത്തോട്ടിറങ്ങി വന്ന് നോക്കുമ്പോൾ വണ്ടിക്ക് എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ടൊക്കെ തന്നെ ബോണറ്റൊക്കെ തുറന്ന് നോക്കുകയാണ്. എന്നിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ജെഫ് വന്നിട്ട് അവന്റെ കയ്യിലുള്ള ഫോൺ എടുത്ത് പുറത്തോട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ സിഗ്നൽ ഇല്ല. അതുകൊണ്ട് തന്നെ ആരെ സഹായത്തിന് വിളിക്കാനായിട്ടും പറ്റത്തില്ല. ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുമ്പോഴായിരിക്കും നേരത്തെ ഇവർക്ക് കുറുക്ക് വെച്ച ആ ഒരു ട്രക്കില്ലേ അത് ഇവരെ പാസ് ചെയ്ത് പോകുന്നത്. അതും ഇവരെ കളിയാക്കി ഹോണൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് അത് ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഒതുക്കുന്നുണ്ട്. പിന്നീട് കാറ് തിരിച്ചിട്ട് ഇവർക്ക് നേരെ നോക്കി അങ്ങനെ കിടക്കാണ്. ഇത് കണ്ടിട്ട് അവർക്ക് നല്ല പേടിയാവുന്നുണ്ട്, ജെഫിനും സാറയ്ക്കും. കാരണം അവർ ഉപദ്രവിച്ചാലോ. ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്കില്ലേ. അന്നേരമായിരിക്കും അങ്ങോട്ടൊരു ട്രക്ക് വരുന്നത്. ആ ട്രക്ക് വരുമ്പോൾ നേരത്തെ ഒതുക്കിയിട്ടിരുന്ന ആ ഒരു വണ്ടിയില്ലേ അത് അവന്മാർ അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നുണ്ട്. എന്തായാലും ഇപ്പൊ വന്ന ആള് ട്രക്ക് ഒരു സൈഡിൽ ഒതുക്കാണ്. പുറത്തോട്ടിറങ്ങി വന്ന് എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ വണ്ടി കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് ആ ട്രക്കുകാരൻ ഈ വണ്ടി തള്ളി ഒരു സൈഡിലോട്ട് ഇടാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ട്രക്ക് കംപ്ലൈന്റ് ആവാനായിട്ടുള്ള കാരണം മറ്റൊന്നുമല്ല, വണ്ടി ഓവർ ഹീറ്റ് ആയതാണെന്നാണ് ആ ട്രക്കുകാരൻ പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആക്കിക്കോളും, അപ്പൊ നിങ്ങൾക്ക് എടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ട്രക്കുകാരൻ അവിടെ നിന്ന് മാറിപ്പോവാണ്. അപ്പൊ സാറ വന്ന് ജെഫിനോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഈ ട്രക്കുകാരന്റെ കൂടെ പോയാലോ? തൊട്ടടുത്ത് എവിടെയെങ്കിലും സിറ്റി കാണും, അവിടെ പോയിട്ട് ആരെങ്കിലും സഹായത്തിന് വിളിക്കാൻ പറ്റും. ഇവിടെ അല്ലേ റേഞ്ച് ഇല്ലാത്തേ ഉള്ളൂ, അവിടെ പോയി നമുക്ക് റേഞ്ച് പിടിച്ചിട്ട് അവിടുത്തെ ഏതെങ്കിലും ടെലിഫോൺ വഴി വിളിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ജെഫ് സാറയോട് അങ്ങേരുടെ കൂടെ പോകാനായിട്ട് പറയും. അതായത് ട്രക്കിൽ കയറി പോകാനായിട്ട് പറയും. അങ്ങനെ സാറ ജെഫിന് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ട്രക്കിൽ കയറി ആ ട്രക്കുകാരൻ്റെ കൂടെ അവിടെ നിന്ന് പോവാണ്. തൊട്ടടുത്ത് തന്നെ കുറെ ആൾക്കാരൊക്കെ കൂടുന്ന ഒരു കടയോ മറ്റോ ഉണ്ട്. അവിടെ ചെന്നിട്ട് ടെലിഫോണിൽ വിളിച്ചാൽ മതി. എന്തായാലും ജെഫിന് അവന്റെ കാറിനെ വിട്ട് പോകാനായിട്ട് മനസ്സ് വരുന്നില്ല. കാരണം അവന്റെ പുതിയ കാറാണ്. അതുകൊണ്ട് തന്നെ അവൻ കാറിന്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. സാറയും അതുപോലെ തന്നെ ട്രക്കുകാരനും കൂടെ ട്രക്ക് എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. പിന്നീട് ജെഫ് ഏകദേശം 1 മണിക്കൂർ ആ കാറിൽ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവന് ബോറടിക്കുന്നുണ്ട്. പുറത്തോട്ട് ഇറങ്ങി വന്ന് ആ കാറിന് എന്താ പ്രശ്നം എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്യുമ്പോൾ 2 വയർ ഊരി കിടക്കുകയാണ്. ആ വയർ ഊരി കിടക്കുന്നത് കൊണ്ടാണ് വണ്ടിയുടെ സെൻസർ എല്ലാം നിന്ന് പോയിട്ട് വണ്ടി ഓഫ് ആയി പോയത്. അതുകൊണ്ട് തന്നെ അതെടുത്ത് കണക്ട് ചെയ്ത് നോക്കുന്നുണ്ട്. വീണ്ടും വന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. അവൻ ഒരുപാട് സന്തോഷമായിട്ട് കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ് നമ്മുടെ സാറേനെ കണ്ടുപിടിക്കാനായിട്ട്. എന്തായാലും അവൻ അറിയത്തില്ല ഈ ഒരു സെൻസറിന്റെ വയറൊക്കെ ആരാ ഊരി വിട്ടേന്ന്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ അവൻ വണ്ടി ഓടിച്ച് തൊട്ടടുത്തുള്ള ആ ഒരു കടയിൽ വരുന്നുണ്ട്. ഈ ഒരു കടയിലോട്ടാണ് ട്രക്കുകാരൻ സാറേനെയും കൊണ്ട് വന്നിരിക്കുന്നത്. എന്തായാലും ആ കടയിൽ കയറിയിട്ട് അവിടെ എല്ലാം നോക്കുമ്പോൾ സാറേനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. അയാളോട് ചോദിക്കും, ഇങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ടോന്ന്. എന്നാൽ അങ്ങേര് വലിയ കാര്യമാക്കാതെ ഇവിടെ കുറെ അധികം ആൾക്കാർ വരുന്നതാ, എല്ലാ ആൾക്കാരെയും എനിക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ജെഫിനെ അവോയ്ഡ് ആക്കുകയാണ്. പിന്നെ അവിടെ കൂടിയിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ പറയുന്നത് ജെഫിന്റെ ഭാര്യ അവനെ കളഞ്ഞിട്ട് ഒളിച്ചോടി പോയെന്നാണ്. പക്ഷെ ജെഫിന് അറിയാം അവന്റെ ഭാര്യ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന്. എന്തായാലും ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ ഒരു വർക്ക് ചെയ്യുന്ന ആളോട്, എന്റെ ഭാര്യയുടെ പേര് സാറ എന്നാണ്, അവൾ ഈ കടയിൽ വന്ന് എന്നെ അന്വേഷിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തോളാൻ പറയണം, ഞാൻ എന്തായാലും ഇവിടെ വന്ന് അവളെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്തായാലും പിന്നീട് ജെഫ് കാർ എടുത്ത് അങ്ങനെ മുമ്പോട്ട് പോവാണ്. ഇവിടെ അടുത്തുള്ള വേറെ ഏതെങ്കിലും സിറ്റിയിൽ അവൾ പോയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുമ്പിലായിട്ട് അവൻ ട്രക്ക് കാണുന്നുണ്ട്. ഏത് നേരത്തെ സാറേനെ പറഞ്ഞു വിട്ട ഒരു ട്രക്കില്, ആ ട്രക്ക് തന്നെ. അതുകൊണ്ട് തന്നെ അതിനെ കണ്ട ഉടനെ അവൻ ഓവർടേക്ക് ചെയ്ത് മുമ്പോട്ട് പോവാണ്. അതിലുള്ള ഡ്രൈവറിനോട് വണ്ടി നിർത്താനായിട്ട് പറയും. എന്നാൽ അങ്ങേരെ നിർത്തുന്നില്ല. അതുമല്ല ട്രക്ക് ഡ്രൈവർ ജെഫിനോട് മുമ്പോട്ട് നോക്കാനായിട്ട് പറയാണ്. ജെഫ് മുമ്പോട്ട് നോക്കുമ്പോൾ അവന്റെ ഓപ്പോസിറ്റ് വേറൊരു ബസ് വരുന്നുണ്ട്.
വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ കാറ് വെട്ടിച്ചു മാറ്റാണ്. മനഃപൂർവ്വം തന്നെ ആ ട്രക്ക് ഡ്രൈവർ അവന് പണി കൊടുത്തതാണ് വണ്ടി നിർത്താതെ. എന്തായാലും വീണ്ടും ജെഫ് വണ്ടി ഓവർടേക്ക് ചെയ്തിട്ട് ട്രക്കിന് മുന്നേ കയറിയിട്ട് ട്രക്കിന്റെ മുന്നിൽ ഒതുക്കുന്നുണ്ട്. ട്രക്ക് നിർത്തുകയാണ്. പിന്നീട് ജെഫും അതുപോലെ തന്നെ ട്രക്ക് ഡ്രൈവറും കൂടെ പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്. ട്രക്ക് ഡ്രൈവറിനോട് എന്റെ ഭാര്യ എന്തെന്ന് ചോദിക്കുമ്പോൾ ട്രക്ക് ഡ്രൈവർ ജെഫിനെ അറിയാത്തതുപോലെയാണ് പെരുമാറുന്നത്. എന്ത് ഭാര്യയോ? നിങ്ങൾ എനിക്ക് അറിയത്തില്ലല്ലോ, നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ജെഫ് ആദ്യം വിചാരിക്കും ഇത് ചുമ്മാ കളിപ്പിക്കാനായിട്ട് ചെയ്യുന്നതാണെന്ന്. പിന്നീട് അവന് കാര്യം മനസ്സിലാവും. അവൻ പെട്ടെന്ന് തന്നെ ട്രക്കിന്റെ മുകളിലോട്ട് വലിഞ്ഞു കയറി അതിനുള്ളിൽ സാറ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അതിനുള്ളിൽ സാറയൊന്നും ഇല്ല. ട്രക്ക് ഡ്രൈവർ ഇതാണ് പറയുന്നത്, എനിക്ക് നിങ്ങളെ അറിയത്തില്ല, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഭാര്യ എവിടെ പോയെന്ന് എനിക്ക് എങ്ങനെ അറിയാന്ന്. പക്ഷേ ജെഫിന് ഉറപ്പാണ് ട്രക്ക് ഡ്രൈവറിന്റെ കൂടെ തന്നെയാണ് സാറേനെ പറഞ്ഞു വിട്ടേന്ന്. പക്ഷേ ട്രക്ക് ഡ്രൈവർ സമ്മതിക്കണ്ടേ. എന്നാൽ അന്നേരമായിരിക്കും അങ്ങോട്ടൊരു പോലീസുകാർ വരുന്നത്. ജെഫ് ആ പോലീസുകാരന്റെ അടുത്തോട്ട് ഓടി ചെന്നിട്ട് അതിൽ നിന്നൊരു പോലീസുകാരനെ വിളിച്ചുകൊണ്ട് വരികയാണ്. ആ പോലീസുകാരനോട് കാര്യം പറയുന്നുണ്ട്. അപ്പൊ പോലീസുകാരൻ ഈ ട്രക്കെല്ലാം ചെക്ക് ചെയ്യാന്ന് പറയാണ്. അങ്ങനെ ജെഫിനെയും ആ ഒരു ഡ്രൈവറിനെയും കൂടെ പുറത്ത് നിർത്തിയിട്ട് പോലീസുകാരൻ അകത്ത് കയറി ട്രക്കിന്റെ അകമെല്ലാം പരിശോധിക്കുകയാണ്. പക്ഷെ സാറയുടെ ഒരു അവശിഷ്ടവും കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവൾ അതിനുള്ളിൽ കയറി എന്നുള്ള ഒരു തെളിവുമില്ല. അതൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ പിന്നീട് ട്രക്കിന്റെ ബാക്കിൽ വന്നിട്ട് ട്രെയിലർ തുറന്നു നോക്കുകയാണ്. ട്രെയിലർ തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിലും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാരനൊന്നും ചെയ്യാനായിട്ടും പറ്റത്തില്ല. ഇപ്പൊ പോലീസുകാരൻ നമ്മുടെ ജെഫിനോട് പറയും, ഇങ്ങനെ കുറ്റക്കാരനല്ല, നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും, അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെറുതെ വിട്ടേക്കെന്ന് പറയുമ്പോൾ ജെഫ് പെട്ടെന്ന് തന്നെ അവിടെ നോടിയിട്ട് ട്രക്കിന്റെ മുകളിലോട്ട് വലിഞ്ഞു കയറി ആ ക്യാബിൻ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. എന്നാൽ അതിനുള്ളിൽ നോക്കുമ്പോൾ സാറയുടെ യാതൊരു അവശിഷ്ടവും ഇല്ല. അതായത് അവൾ അതിനുള്ളിൽ കയറിയെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അവസാനം ജെഫ് പുറത്തോട്ടിറങ്ങി വരികയാണ്. ഈ ട്രക്ക് ഡ്രൈവർ എനിക്ക് പോകാൻ സമയമെന്ന് പറഞ്ഞിട്ട് ട്രക്കിൽ കയറി ട്രക്ക് എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്തായാലും ട്രക്ക് ഡ്രൈവർ പോയതിനു ശേഷം ആ പോലീസുകാരൻ നമ്മുടെ ജെഫിനോട് പറയുന്നുണ്ട്, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ മതി, ഇങ്ങനെ വഴി കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്ന്. പിന്നീട് ജെഫ് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുകയാണ്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ കുറേയധികം ആൾക്കാർ മിസ്സിംഗ് ആയിട്ടുണ്ട്, അവരെ ഒന്നും കിട്ടിയിട്ടുമില്ല. അപ്പൊ ഇവിടെ കേസ് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് അവന് മനസ്സിലായി. അതുപോലെ തന്നെ കേസ് കൊടുത്താൽ അവർ അന്വേഷിക്കുന്നൊന്നുമില്ല, 24 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ അന്വേഷിക്കത്തുള്ളൂ. അപ്പൊ അവന്റെ ഭാര്യയുടെ കാര്യത്തിൽ അന്നേരത്തേക്ക് ഒരു തീരുമാനമാവുമെന്ന് അവന് മനസ്സിലായി. എന്തായാലും അവനൊരു കേസ് കൊടുത്തിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചെല്ലുന്നത് നേരത്തെ കണ്ട ആ കടയിലാണ്. ആ കടയിൽ ചെന്നിട്ട് അവൾ അവിടെ ചെന്ന് അന്വേഷിക്കുന്നുണ്ട്. അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആളോട് അന്വേഷിക്കുമ്പോൾ, എനിക്ക് നിങ്ങളുടെ കാര്യം നോക്കാനായിട്ട് പറ്റത്തില്ല, ഇവിടെ പല ആൾക്കാരും വരും, ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ടാവാതിരിക്കാം, അതൊന്നും എനിക്കറിയത്തില്ല, എന്റെ ജോലി നിങ്ങൾ മെനക്കെടുത്തില്ലെന്ന് പറയുമ്പോൾ ജെഫിന് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. അതുപോലെ അവിടെ തന്നെ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. അങ്ങനെ ജെഫിനോട് പറയും, ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യ ഈ കടയിലെ വാഷ്റൂമിൽ കാണാം, അവിടെ പോയി ഒന്ന് നോക്കാൻ. അതുകൊണ്ട് തന്നെ ജെഫ് ടെൻഷനായിട്ട് അവിടുത്തെ വാഷ്റൂമിൽ പോയി നോക്കുകയാണ്. അതും പെൺകുട്ടികളുടെ വാഷ്റൂമിൽ. അവിടെ ചെന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോൾ അതിനുള്ളിൽ സാറയില്ല, പകരം ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ഛർദ്ദിക്കുകയാണ് അതിനുള്ളിൽ. മനഃപൂർവ്വം തന്നെ ആ മനുഷ്യര് നമ്മുടെ ജെഫിനെ പറ്റിക്കാനായിട്ട് അങ്ങനെ ചെയ്തതാണ്. അവസാനം ജെഫ് ഗതികെട്ടിട്ട് പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്. എന്തായാലും ജെഫ് പുറത്തോട്ട് വന്നിട്ട് കടയിലുള്ള ആൾക്കാരെയൊക്കെ നോക്കുകയാണ്. എല്ലാരെയും കണ്ടാൽ ഒരു സംശയം ഉള്ളത് പോലെയാണ് തോന്നുന്നത്. ഇവരിൽ ആരാണ് ജെഫിന്റെ ഭാര്യനെ എന്തെങ്കിലും ചെയ്തതെന്ന് അവൻ അറിയാൻ പാടില്ല. പിന്നെ ജെഫിന്റെ ഭാര്യ ഈ കടയിൽ വന്നിട്ടുണ്ടോന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ കടക്കാരനോട്, അതായത് അവിടെ വർക്ക് ചെയ്യുന്നവനോട്, ഇവിടെ വന്ന ആൾക്കാരുടെ ലിസ്റ്റ് എനിക്ക് വേണമെന്ന് പറയും. അതായത് അങ്ങേര് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ച നോട്ടൊക്കെ ഇങ്ങ് തരാനായിട്ട് പറയും. അങ്ങേരുടെ കയ്യിൽ ആ ഒരു നോട്ടൊക്കെ ഉണ്ട്. അങ്ങേടുത്ത് ചോദിച്ചിട്ട് തരാത്തത് കൊണ്ട് തന്നെ ജെഫ് അത് തട്ടിപ്പറിക്കുകയാണ്. ജെഫ് തട്ടിപ്പറിച്ചത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കടക്കാരൻ ഒരു തോക്കെടുത്ത് ജെഫിന് നേരെ കാണിക്കുന്നുണ്ട്. ജെഫിന് കാര്യം മനസ്സിലായി, ഇനി ഇവിടെ നിന്നാൽ അങ്ങേര് വെടിവെക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ജെഫ് ആ ഒരു ബില്ല് തറയിലിട്ടിട്ട് അവിടെ നോടി മാറി പോവാണ്. പുറത്തോട്ട് വരുമ്പോൾ അവിടെ ആയിട്ടൊരു ടെലിഫോൺ ഉണ്ട്. ആ ടെലിഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും അവിടെ കാറ് കഴുകിക്കൊണ്ടിരുന്ന ഒരു പയ്യൻ, നിങ്ങളുടെ ഭാര്യ എങ്ങോട്ടാ പോയെന്ന് എനിക്കറിയാന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ അവൻ ഫോൺ കട്ട് ചെയ്തിട്ട് അവനോട് വന്ന് ചോദിക്കും. എന്നാൽ അവൻ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഭാര്യ ആ ട്രക്ക് ഡ്രൈവറിന്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അതിനുശേഷം 2 പുരുഷന്മാരുടെ കൂടെ ട്രക്കിൽ കയറിയിട്ട് പോയെന്ന് പറയുന്നുണ്ട്. എന്നാൽ എങ്ങോട്ടാണ് പോയത് അങ്ങനൊന്നും പറയുന്നില്ല. ജെഫിനും ആകെ കൺഫ്യൂഷൻ ആകുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് കടയുടെ മുതലാളി പുറത്ത് നിൽപ്പുണ്ട്. അതായത് ജെഫിനെ തോക്കെടുത്ത് കാണിച്ച് പേടിപ്പിച്ചില്ലേ, അങ്ങനെ ഇതെല്ലാം നോക്കി അവിടെ നിൽപ്പുണ്ട്. എന്തായാലും പയ്യൻ കൂടുതലൊന്നും പറയുന്നില്ല. പയ്യനോട് കൂടെ വന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു മൊഴി കൊടുക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് ജെഫ്. പക്ഷേ പയ്യൻ പറയും, അതൊന്നും എനിക്ക് പറ്റത്തില്ല, കാരണം പോലീസുകാരാണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്നത്, പോലീസുകാർക്കും ഇതിൽ പങ്കുണ്ട്, അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ജെഫിനോട് പറയുന്നുണ്ട്. ഇതിനുശേഷം ജെഫ് കാർ എടുത്ത് ടെൻഷനായി ഓടിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ അവന്റെ ഫോൺ എടുത്തിട്ട് അവന്റെ ഒരു കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട്. ഏതോ FBI വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ, അതായത് പോലീസിന് മുകളിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. പോലീസ് എന്തെങ്കിലും അഴിമതി കാണിക്കുകയാണെങ്കിൽ അവരോട് കംപ്ലൈന്റ് കൊടുത്താൽ മതി. പക്ഷേ കൂട്ടുകാരനെ വിളിച്ചിട്ട് അവനിപ്പോ തിരക്കാണെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. വീണ്ടും ജെഫ് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. അങ്ങനെ ജെഫ് കാർ ഓടിച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇനി അങ്ങോട്ട് റോഡില്ല, അതെല്ലാം പൂട്ടി വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ ജെഫ് കാറ് തിരിച്ചിട്ട് അവിടുന്ന് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ആദ്യം ഒരു ട്രക്കിനെ കണ്ടില്ലായിരുന്നോ, അതായത് ഒരു പിക്കപ്പ്. ആ പിക്കപ്പ് ഇവന് കുറുകെ കൊണ്ടുവന്ന് നിർത്തുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ആദ്യം കണ്ട തൊപ്പിക്കാരൻ പുറത്തോട്ട് വന്നിട്ട് തോക്കെടുത്ത് ജെഫിനെ കാണിക്കുന്നുണ്ട്. ജെഫ് ഒന്നും ചിന്തിക്കത്തില്ല, പെട്ടെന്ന് തന്നെ കാറ് തിരിച്ചിട്ട് അവിടെയുള്ള ആ ഒരു നെറ്റെല്ലാം ഇടിച്ച് തെറിപ്പിച്ച് അവിടെ നിന്ന് പോവാണ്. ഇനി ഇവിടെ നിന്നാൽ വെടി കൊള്ളുമെന്ന് അവന് മനസ്സിലായി. അതുപോലെ ഈ തൊപ്പിക്കാരൻ അവനെ വെറുതെ വിടത്തില്ല. ജെഫിന്റെ കാറിന്റെ പിന്നാലെ ഇങ്ങേറെ പിക്കപ്പ് എടുത്തിട്ട് ഫോളോ
ചെയ്ത് പോവാണ്. അങ്ങനെ ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ജെഫ് ഒരു കാര്യം കാണാണ്. മുമ്പിലായിട്ട് കുറേയധികം JCBകളും അതുപോലെ ലോറിയും കൊണ്ടിട്ടിട്ടുണ്ട്. ഇനി മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ സൈഡിലോട്ട് വെട്ടിമാറി റോഡില്ലാത്ത ഭാഗത്തൂടെ ഓടിച്ചു പോകും. പിന്നാലെ തന്നെ ആ തൊപ്പിക്കാരനുണ്ട്. അങ്ങനെ കാർ ഓടിച്ച് അവസാനം ഒരു കൊക്കയുടെ മുകളിൽ വന്ന് നിൽക്കുകയാണ്. ഇനി താഴോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അതേപോലെ തന്നെ പിന്നാലെ മറ്റേ തൊപ്പിക്കാരനുണ്ട്. ജെഫ് ഒന്നും ചിന്തിക്കത്തില്ല. കാർ മുമ്പോട്ടെടുക്കാണ്. താഴെ ഒരു കൊക്ക പോലെയാണ്. അതിലൂടെ വണ്ടി മുമ്പോട്ട് പോയിട്ട് താഴെ ഒരു ആറുണ്ടായിരുന്നു. ആ ആറ്റിൽ പോയി വീഴുന്നുണ്ട്. വണ്ടി മുമ്പോട്ട് അങ്ങനെ വെള്ളത്തിലൂടെ പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ തൊപ്പിക്കാരൻ മുകളിൽ വന്നിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് നോക്കുമ്പോൾ ജെഫിന്റെ കാർ വെള്ളത്തിലൂടെ ഒഴുകി പോകുന്നതാണ് കാണുന്നത്. അതുപോലെ അങ്ങേറയിൽ തോക്കുണ്ട്. ആ തോക്ക് വെച്ച് എന്തായാലും ജെഫിനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ ജെഫ് കാറിലിരിക്കുമ്പോൾ കാറിലെല്ലാം വെള്ളം കയറുന്നുണ്ട്. ആ കാർ ഇനി എടുത്തോണ്ട് പോകാനായിട്ട് പറ്റത്തില്ല എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കാറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ മുകളിൽ നിൽക്കുന്ന അയാള് ജെഫിനെ ഷൂട്ട് ചെയ്യാണ്. ജെഫ് പെട്ടെന്ന് തന്നെ വീണ്ടും കാറിനുള്ളിലോട്ട് കയറുന്നുണ്ട്. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് വഴി വെള്ളത്തിലോട്ട് ചാടുകയാണ്. വെള്ളത്തിലോട്ട് ചാടിയിട്ട് വെള്ളത്തിന്റെ അടി വഴി നീന്തി പോകുന്നുണ്ട്. എന്നാൽ മുകളിൽ നിൽക്കുന്ന തൊപ്പിക്കാരൻ അവനെ ഷൂട്ട് ചെയ്യാണ്. എന്തായാലും ജെഫ് വെടികൊള്ളാതെ അവിടെ നിന്ന് നീന്തി പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ തൊപ്പിക്കാരൻ ഇതെല്ലാം നോക്കി മുകളിൽ നിൽപ്പുണ്ട് ജെഫിനെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കൊള്ളണ്ടേ. അന്നേരമായിരിക്കും ആ തൊപ്പിക്കാരന്റെ കൂടെ ഉള്ള വേറൊരു മുത്തപ്പൻ അങ്ങോട്ട് വരുന്നത്. അങ്ങേർക്ക് അത്യാവശ്യം പ്രായമുണ്ട്. അങ്ങേരും ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. എന്തായാലും ജെഫിനെ തീർക്കണമെന്ന് അവർ രണ്ടുപേരും പ്ലാൻ ഇടുന്നുണ്ട്. ഇതേ നേരം തന്നെ ജെഫ് എങ്ങനെയൊക്കെ നീന്തി ഒരു സൈഡിൽ വന്ന് അടിയുന്നുണ്ട്. എന്നിട്ട് അവൻ അത്യാവശ്യം മുകളിൽ കയറി പോവാണ്, ഒരു മലയുടെ മുകളിൽ. അവിടെ നിന്ന് അവൻ ആ ഒരു ആൾക്കാരെ നോക്കുമ്പോൾ അമ്മ രണ്ടുപേരും കൂടെ ജെഫിന്റെ കാറില്ലേ, ആറ്റിൽ പോയ കാറ്, അതിനെ വള്ളി വെച്ച് കെട്ടി മുകളിലോട്ട് വലിച്ചു കയറ്റുന്നുണ്ട്. ആ ട്രക്കിൽ കയറ്റാനായിട്ട് ജെഫ് ഇത് നോക്കി നിൽക്കുമ്പോഴായിരിക്കും അവന്റെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് അവന് മനസ്സിലാവുന്നത്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നേരത്തെ അവൻ കണ്ട ആ ഒരു പയ്യൻ എന്തോ ഒരു സാധനം വെച്ച് ജെഫിനെ അടിച്ച് ബോധം കെടുത്തി കളയാണ്. പിന്നീട് ജെഫ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവനൊരു വണ്ടിയുടെ ഡിക്കിയിലാണ്. അതുപോലെ നേരത്തെ കണ്ട പയ്യനും അവന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ്. ഇപ്പൊ നേരത്തെ കണ്ട പയ്യനും അതുപോലെ തന്നെ തൊപ്പിക്കാരനും കൂടെ ജെഫിനെ വന്ന് വിരട്ടുന്നുണ്ട്. ജെഫിന് ബോധം വീണിട്ടുണ്ട്. ജെഫിന്റെ അക്കൗണ്ടിലുള്ള എല്ലാ പൈസയും വേണമെന്നാണ് അവന്മാര് പറയുന്നത്. അതുപോലെ ഭാര്യ എത്ര ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ എമൗണ്ട് തന്നെ ജെഫ് പറഞ്ഞാൽ ജെഫിനെ വെറുതെ വിടാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഭാര്യ അങ്ങനെ എമൗണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ജെഫിന് നന്നായിട്ട് അറിയാം. ഇപ്പൊ ജെഫ് കറക്കി കുത്തി ഒരു 90 ലക്ഷം അങ്ങ് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ആ തൊപ്പിക്കാരൻ നമ്മുടെ ജെഫിനെ ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നില്ല. പൈസ ഇല്ലെന്ന് അറിഞ്ഞാൽ എന്തായാലും ഷൂട്ട് ചെയ്തേനെ. ഇപ്പൊ ജെഫിനോട് കാറിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ഈ വില്ലന്മാര് പറയാണ്. ജെഫ് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ തന്നെ നമ്മൾ ആദ്യം കണ്ട ട്രക്ക് ഡ്രൈവർ നിൽപ്പുണ്ട്. അങ്ങേരെ കാണുമ്പോൾ ജെഫ് ചോദിക്കും, നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ജെഫിനെ അടുത്തോട്ട് വിളിക്കുകയാണ്. താഴെയായിട്ട് അത്യാവശ്യം ഒരു കൊക്ക പോലാണ്. അതുപോലെ താഴെ ഒരു സിറ്റി ഉണ്ട്. ആ സിറ്റി ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ ഒരു ബാങ്ക് ഉണ്ട്. ആ ബാങ്കിൽ പോയി നിന്റെ അക്കൗണ്ടിലുള്ള എല്ലാ പൈസ എനിക്ക് എടുത്തോണ്ട് തരണമെന്ന് ജെഫിനോട് പറയുന്നുണ്ട്. അങ്ങനെ എടുത്തോണ്ട് തന്നില്ലെങ്കിൽ നിന്റെ ഭാര്യനെ കൊന്നു കളയുമെന്നും പറയുന്നുണ്ട്. അപ്പൊ ജെഫ് ചോദിക്കും, എന്റെ ഭാര്യ ജീവനോടുണ്ടെന്ന് എന്താണ് ഉറപ്പ്? എന്റെ ഭാര്യനെ നിങ്ങൾ കാണിച്ചു തരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പൈസ എടുത്തോണ്ട് തരാന്ന്. ഇത് കേൾക്കുമ്പോൾ മറ്റേ പയ്യന് ദേഷ്യം വന്നിട്ട് അവന്റെ കയ്യിലുള്ള തോക്ക് വെച്ച് ജെഫിന്റെ മുതുകത്തടിച്ച് അവനെ താഴെ ഇരുത്താണ്. എന്തായാലും വീണ്ടും ജെഫിനെ പൊക്കിയെടുത്തിട്ട് അവനോട് പറയുന്നുണ്ട്, അവൻ 1 മണിക്കൂർ സമയം കൊടുക്കും. അതിനുള്ളിൽ ബാങ്കിൽ പോയി പൈസ എടുത്തിട്ട് വന്നില്ലെങ്കിൽ അവന്റെ ഭാര്യനെ കൊന്നു കളയെന്ന് പറഞ്ഞ് വരട്ടാണ്. അതുപോലെ ജെഫിന്റെ ഒരു കോട്ട് കൊടുക്കുന്നുണ്ട്. ജെഫിന്റെ ദേഹം എല്ലാം അഴുക്കാണല്ലോ. അപ്പൊ ആ കോട്ടിട്ട് മറച്ചിട്ട് അത്യാവശ്യം വൃത്തിയായിട്ട് വേണം ബാങ്കിലോട്ട് പോകാൻ. അങ്ങനെ ആ കോട്ടൊക്കെ വാങ്ങിച്ചിട്ട് ജെഫ് ബാങ്കിലോട്ട് നടന്നു പോവാണ്. നടന്നു പോകുന്ന നേരത്ത് തൊപ്പിക്കാരൻ അവനെ കാറ് വെച്ച് ഫോളോ ചെയ്ത് അതുവഴി പോകുന്നുണ്ട്. അപ്പൊ ജെഫിന് മനസ്സിലായി ഒരു കള്ളത്തരങ്ങളും കാണിക്കാൻ പറ്റത്തില്ല. പോലീസിനോട് പറഞ്ഞു കൊടുക്കാനോ പോലീസ് സ്റ്റേഷനിലോട്ട് ഓടാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ അവന്മാര് സാറേനെ കൊന്നുകളയും. അതുകൊണ്ട് തന്നെ അവൻ ഒന്നും ചെയ്യാത്ത നല്ല കുട്ടിയായിട്ട് നേരെ ബാങ്കിൽ ചെന്നിട്ട് അവിടുത്തെ മാനേജറിനെ കണ്ടിട്ട് അവന്റെ അക്കൗണ്ടിലുള്ള എല്ലാ പൈസയും വേണമെന്ന് പറയും. മാനേജറിന് എന്തൊക്കെയോ ഡൗട്ട് തോന്നിയിട്ട് എന്താ പറ്റിയേ, നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ ജെഫ് ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. എന്തായാലും ജെഫിന് ഇങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാൻ തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം പറയും, എടോ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഈ ബാങ്കിന് ചുറ്റും കുറെ ആൾക്കാർ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവരെന്നെ കൊന്നുകളയും, എന്റെ ഭാര്യനെയും കൊന്നുകളയും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ഒരാൾ വരുന്നത്. അങ്ങേർക്ക് എന്തോ കാർ ലോൺ വേണമെന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനേജർ ഒരു സൈഡിൽ ഇരിക്കാൻ പറയുമ്പോൾ അയാള് ആ ഒരു സൈഡിലായിട്ട് ഇരിക്കുകയാണ്. അങ്ങേർക്ക് കേൾക്കാൻ പറ്റും നമ്മുടെ ജെഫും അതുപോലെ തന്നെ മാനേജറും പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ജെഫ് കൂടുതലൊന്നും പറയുന്നില്ല. എന്റെ പൈസ എല്ലാം ഇങ്ങ് തരാനാണ് പറയുന്നത്. അപ്പൊ മാനേജർ എണീറ്റ് പോയിട്ട് പൈസ എല്ലാം പിൻവലിക്കാനായിട്ടുള്ള പരിപാടികൾ നോക്കുകയാണ്. എന്തായാലും ഈ നേരം ജെഫ് നേരെ വാഷ്റൂമിൽ ചെല്ലുന്നുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും ആയുധം കിട്ടുമെന്ന് നോക്കുകയാണ്. പണം എടുത്തിട്ട് തിരിച്ചു പോകുന്ന നേരത്ത് അവന്മാരെ കുത്താനായിട്ട് തന്നെ ഒരു ആയുധം കിട്ടുമെന്ന് നോക്കുകയാണ്. പക്ഷെ വാഷ്റൂമിൽ നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ല. പിന്നീട് ജെഫ് പുറത്തോട്ടിറങ്ങി വന്നിട്ട് മാനേജറിന്റെ ടേബിളിൽ ഇരിക്കുകയാണ്. അപ്പൊ അവൻ അവിടെ നിന്നൊരു കത്തി കിട്ടുന്നുണ്ട്. ആരും അറിയാതെ നൈസിന് ആ കത്തി അവനെടുത്ത് അവന്റെ ഷർട്ടിൽ ഒളിപ്പിക്കുന്നുണ്ട്. പിന്നീട് അവൻ പൈസയൊക്കെ വാങ്ങിച്ചിട്ട് പുറത്തോട്ടിറങ്ങി വരികയാണ്. അവൻ പുറത്തോട്ടിറങ്ങി വരുമ്പോൾ തൊട്ടടുത്തൊരു ടെലിഫോൺ ഉണ്ടായിരുന്നു. അത് റിങ് ചെയ്യും. എത്രയും പെട്ടെന്ന് തന്നെ ആ ടെലിഫോൺ ചെന്ന് എടുക്കുകയാണ്. അതിൽ വിളിച്ചത് വില്ലന്മാര് തന്നെയാണ്. എന്തായാലും വില്ലൻ പറയുന്നുണ്ട് ജെഫിനോട് കുറച്ച് മുമ്പോട്ട് നടന്നാൽ മതി. അപ്പൊ ജെഫിനെ വിളിക്കാനായിട്ട് തൊപ്പിക്കാരൻ ഒരു കാറും കൊണ്ടുവരുമെന്ന്, അല്ലെങ്കിൽ ഒരു പിക്കപ്പും കൊണ്ട്. അങ്ങനെ ജെഫ് അത് പ്രകാരം നടന്ന് പോവുകയാണ്. എന്തായാലും അവൻ നടന്നു പോകുമ്പോൾ ആ തൊപ്പിക്കാരൻ പിക്കപ്പ് എടുത്ത് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവന്റെ മുമ്പിൽ നിർത്താണ്. എന്നിട്ട് ഡോറ് തുറന്നു കൊടുക്കുമ്പോൾ
കാണുമ്പോൾ ജെഫ് ആ ഡോറിന്റെ അടുത്തോട്ട് നടന്നു ചെല്ലും. ജെഫിനോട് പൈസ കൊടുക്കുമ്പോൾ എനിക്ക് എന്റെ ഭാര്യനെ കാണണമെന്ന് പറയും. പക്ഷെ നീ പൈസ തന്നില്ലെങ്കിൽ നിന്റെ ഭാര്യനെ കൊന്നു കളയുമെന്ന് ജെഫിനോട് പറഞ്ഞു വരട്ടാണ്. അവസാനം ജെഫ് പൈസ കൊടുക്കുകയാണ്. എന്നിട്ട് ജെഫിനോട് തിരിഞ്ഞു നിൽക്കാനായിട്ട് പറയുമ്പോൾ ജെഫ് തിരിഞ്ഞു നിൽക്കും. അന്നേരം തൊപ്പിക്കാരൻ ഒരു ടേപ്പ് എടുത്ത് ജെഫിന്റെ കയ്യിൽ കെട്ടിവെക്കുകയാണ്. പെട്ടെന്ന് തന്നെ ജെഫിനെ കെട്ടിവെച്ചതിന് ശേഷം ട്രക്കിനുള്ളിലോട്ട് വലിച്ചിടുന്നുണ്ട്. എന്നിട്ട് തൊപ്പിക്കാരൻ പിക്കപ്പ് എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. പോകുന്ന വഴിക്ക് തൊപ്പിക്കാരൻ ജെഫിനെ ഒരുപാട് അപമാനിക്കുന്നുണ്ട്. നീ ഒരു മണ്ടനാടാ, പൈസ തന്നാൽ നിന്നെയും നിന്റെ ഭാര്യനെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, നിന്നെ രണ്ടിനെയും തീർത്ത് കളയുമെന്ന് പറഞ്ഞ് അവനെ കളിയാക്കുകയാണ്. ഇതേ നേരം തന്നെ ജെഫ് അവന്റെ ഒരു കത്തി കിട്ടിയില്ലായിരുന്നോ ബാങ്കിൽ നിന്ന്, ആ കത്തി എടുത്തിട്ട്, അതായത് ചെറിയൊരു പേന കത്തിയാണ്, ആ കത്തി എടുത്ത് സെലോ ടേപ്പ് കട്ട് ചെയ്ത് കളയാണ്. ഇതേ നേരം തന്നെ മറ്റേ തൊപ്പിക്കാരൻ ജെഫിന്റെ മുഖത്തൊക്കെ ഇട്ട് ഇടിക്കുന്നുണ്ട്. എന്നിട്ട് ഈ തൊപ്പിക്കാരൻ ജെഫിന്റെ ബാഗിൽ നിന്ന് പൈസ എടുത്ത് നോക്കാണ്. അപ്പൊ അത് എടുത്ത് നോക്കുമ്പോൾ 90 ലക്ഷമൊന്നുമില്ല, ഏകദേശം 5 ലക്ഷം മാത്രമേ ഉള്ളൂ. ഇത് കാണുമ്പോൾ തൊപ്പിക്കാരന് ദേഷ്യം വന്നിട്ട് ജെഫിനെ വീണ്ടും ആക്രമിക്കാനായിട്ട് വരുമ്പോൾ അവന്റെ കയ്യിലുള്ള ആ കെട്ടക്കവ അഴിച്ചു കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ചാടി വീണിട്ട് തൊപ്പിക്കാരന്റെ കഴുത്തിൽ ഒറ്റ കുത്താണ് ആ പേന കത്തി വെച്ച്. വണ്ടിയുടെ കൺട്രോളും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഈ നേരം ജെഫ് ആക്സിലേറ്റർ ചവിട്ടി പിടിക്കുകയാണ്. വണ്ടിയുടെ സ്പീഡ് കൂടുകയാണ്. അങ്ങനെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിമാറി അവിടെ ഇവിടെ എല്ലാം ചെന്ന് ഇടിക്കുന്നുണ്ട്. അതുപോലെ തൊപ്പിക്കാരന്റെ ഒരു തോക്കുണ്ടായിരുന്നല്ലോ, ആ തോക്കെല്ലാം ജെഫ് തട്ടിപ്പറിച്ചിട്ട് അവസാനം ജെഫ് അങ്ങേരെ എങ്ങനെയൊക്കെ അടിച്ച് തോപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ സെലോ ടേപ്പ് എടുത്ത് അങ്ങേരെ വണ്ടിയിൽ കെട്ടിയിടുകയാണ്. കഴുത്തിലൂടെ സെലോ ടേപ്പ് എടുത്ത് ചുറ്റുന്നുണ്ട്. എന്നിട്ട് ജെഫ് കാറ് മുമ്പോട്ട് എടുക്കാനായിട്ട് തുടങ്ങും. മുമ്പോട്ട് എടുക്കുന്ന നേരത്ത് ചോദിക്കുന്നുണ്ട് തൊപ്പിക്കാരനോട്, എന്റെ ഭാര്യനെ നിങ്ങൾ എന്താ ചെയ്തതെന്ന്. അപ്പൊ അങ്ങേര് പറയുന്നില്ല. അപ്പൊ ജെഫ് എന്താ ചെയ്യുന്നത്, കാറിന് വേഗത കൂട്ടിയിട്ട് വണ്ടി പെട്ടെന്ന് തന്നെ കുത്തി ചവിട്ടും. അങ്ങനെ ചവിട്ടുമ്പോൾ കഴുത്തിൽ ഒട്ടിച്ചേക്കുന്ന ആ സെലോ ടേപ്പ് കഴുത്തിൽ മുറുകയാണ് തൊപ്പിക്കാരന്റെ. അപ്പൊ തൊപ്പിക്കാരന് ശ്വാസം മുട്ടിയിട്ട് അവസാനം സത്യം പറയാണ്, ഭാര്യനെ കൊന്നിട്ടൊന്നുമില്ല, ഭാര്യ ജീവനോടെ തന്നെ ഉണ്ട്, പക്ഷേ അവൾ ഏതോ ഒരു ട്രക്കിലാണ് ഉള്ളതെന്നാണ് ഇങ്ങനെ പറയുന്നത്. എന്തായാലും ഇവരിങ്ങനെ കാറിൽ പോകുമ്പോഴായിരിക്കും പോലീസുകാരൻ ഈ കാറിനെ കാണുന്നത്. പോലീസുകാരൻ എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് പോലീസുകാരനും ഇവരുടെ പിന്നാലെ വരുന്നുണ്ട്. അവസാനം ജെഫ് കാർ ഒരു സൈഡിൽ ഒതുക്കുകയാണ്. എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ പോലീസുകാരന് ജെഫിനെ കാണുമ്പോൾ എന്തോ സംശയം തോന്നിയിട്ട് ജെഫിനോട് താഴെ കിടക്കാനായിട്ട് പറയും. ജെഫ് വിളിച്ച് പറയുന്നുണ്ട്, എന്റെ ഭാര്യനെ പിടിച്ചോണ്ട് പോയതിന് ഞാൻ പിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ടെന്ന്. പക്ഷെ പോലീസുകാരൻ അവനെ താഴെ കിടത്തിപ്പിക്കുകയാണ്. തോക്ക് ചൂണ്ടി അവന് നേരെ നിൽക്കുമ്പോൾ തൊപ്പിക്കാരൻ അവന്റെ കയ്യിലുള്ള കെട്ടൊക്കെ എങ്ങനെയോ അഴിച്ചു കളയുന്നുണ്ട്. എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് പോലീസുകാരനെ ഷൂട്ട് ചെയ്ത് താഴെ ഇടുകയാണ്. ഇപ്പൊ ഇത് കണ്ട് പേടിച്ചിട്ട് ജെഫ് അവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് ഓടുന്നുണ്ട്. അതുപോലെ നേരത്തെ പോലീസുകാരൻ പിടിച്ചപ്പോൾ കയ്യിലുള്ള തോക്ക് താഴോട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ തോക്കെടുക്കാനും കൂടെയാണ് താഴോട്ട് ഇറങ്ങിപ്പോയത്. അങ്ങനെ തോക്കെടുക്കാനായിട്ട് തോക്കിന്റെ അടുത്ത് ചെല്ലുമ്പോൾ മുകളിൽ തൊപ്പിക്കാരൻ തോക്കും പിടിച്ച് നിൽപ്പുണ്ട്. എന്നിട്ട് ജെഫിന് നേരെ തോക്ക് കാണിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്നായിരിക്കും തൊപ്പിക്കാരന്റെ നെഞ്ചിൽ ഒരു ബുള്ളറ്റ് വന്ന് പതിക്കുന്നത്. അത് മറ്റാരുമല്ല, താഴെ കിടന്ന പോലീസുകാരൻ തന്നെയാണ്. എന്തായാലും തൊപ്പിക്കാരൻ താഴെ വീഴുന്നതിന് ശേഷം ജെഫ് മുകളിലോട്ട് ഓടി വരുന്നുണ്ട്. ഇപ്പൊ തൊപ്പിക്കാരന് ബോധമില്ല. അതുകൊണ്ട് തന്നെ അവന്റെ അടുത്ത് കിടക്കുന്ന തോക്ക് തട്ടി ദൂരോട്ട് മാറ്റാണ്. പിന്നീട് പോലീസുകാരന്റെ അടുത്ത് ചെന്നിട്ട് പോലീസുകാരൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അങ്ങേർക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും പോലീസുകാരന്റെ റേഡിയോ ഡിവൈസ് എടുത്തിട്ട് ഒരു ആംബുലൻസിനെ അയക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരും അയക്കാന്ന് പറയണം. എന്നിട്ട് ജെഫ് ആരാണെന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും മറുപടി പറയാതെ പോലീസുകാരനെയും വഴിയിൽ കളഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്, ആ ഒരു പിക്കപ്പ് എടുത്തിട്ട്. അതുപോലെ ജെഫ് അവിടെ നിന്ന് ഒരു തോക്കും എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നീട് ജെഫ് നേരെ ചെല്ലുന്നത് കുറെ അധികം ട്രക്കുകളൊക്കെ കൂട്ടിയിട്ടേക്കുന്ന സ്ഥലത്താണ്. അവിടെ തന്നെ മറ്റേ ട്രക്ക് ഡ്രൈവർ കാണുമെന്ന് ജെഫിന് മനസ്സിലായി. അവൻ അവിടെ എല്ലാം അന്വേഷിച്ച് നടക്കാണ് ട്രക്ക് ഡ്രൈവറിനെ. പക്ഷെ ട്രക്ക് ഡ്രൈവറിനെ കാണുന്നില്ല. പകരം കുറെ അധികം പോലീസുകാര് അവിടെ എല്ലാം വളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പോലീസുകാരുടെ മുമ്പിൽ പെടാതെ ജെഫ് അങ്ങനെ ഒളിച്ച് നടക്കാണ്. അവന്റെ കയ്യിൽ തന്നെ ആ തോക്കുണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴായിരിക്കും അവിടെ ഒരു ടെലിഫോൺ ബൂത്തിൽ ട്രക്ക് ഡ്രൈവർ സംസാരിക്കുന്നത് ജെഫ് കേൾക്കുന്നത്. ജെഫ് ട്രക്ക് ഡ്രൈവറിനെ ഷൂട്ട് ചെയ്യാനായിട്ട് തോക്കൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ട്രക്ക് ഡ്രൈവർ പറയുന്നത്, നിങ്ങൾ ആ പെൺകുട്ടീനെ കൊല്ലണ്ട, പകരം എന്റെ വീട്ടിൽ കൊണ്ടുവന്നാൽ മതി, അവിടെ വെച്ച് കൊല്ലാന്ന്. അപ്പൊ ഇപ്പൊ ട്രക്ക് ഡ്രൈവറിനെ ഷൂട്ട് ചെയ്യുന്ന അത്ര പന്തിയല്ല എന്ന് ജെഫിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഷൂട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ ട്രക്ക് ഡ്രൈവർ വന്നിട്ട് അങ്ങേറെ ട്രക്ക് എടുത്തിട്ട് അവിടുന്ന് പോകാനായിട്ട് തുടങ്ങും. ജെഫും ആരും കാണാതെ, അതായത് പോലീസുകാരൊന്നും കാണാതെ ആ ട്രക്കിന്റെ പിന്നാലെ ഓടി എങ്ങനെയൊക്കെ ട്രക്കിന്റെ ഉള്ളിലോട്ട് വലിഞ്ഞു കയറുകയാണ്. ട്രെയിലറില്ലേ അതിന്റെ അടിയിലോട്ട് വലിഞ്ഞു കയറുകയാണ്. അവൻ താഴെ വീഴാനൊക്കെ പോകുന്നുണ്ട്. എങ്ങനെയൊക്കെ ഉള്ളിൽ വലിഞ്ഞു കയറുകയാണ്. ഇതേ നേരം തന്നെ ആ ട്രക്ക് ഒരുപാടധികം വേഗതയിൽ റോഡിലൂടെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവൻ ട്രെയിലറിന്റെ അടിയിൽ അങ്ങനെ പിടിച്ചു കിടക്കുകയാണ്. അന്നേരം ആയിരിക്കും ഒരു കാറ് സൈഡിലൂടെ പോകുന്നത്. അതിനുള്ളിൽ ഒരു കുഞ്ഞു പയ്യനുണ്ട്. അവൻ ജെഫിനെ കാണുന്നുണ്ടെങ്കിലും വണ്ടി ഓടിക്കുന്ന ആൾക്കാരോട് അത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ജെഫ് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. അവർ ചെന്ന് ട്രക്ക് ഡ്രൈവറിനോട് പറഞ്ഞിരുന്നെങ്കിലോ ജെഫിന്റെ പ്ലാൻ ഒന്നും നടക്കത്തില്ല. എന്തായാലും ജെഫ് ഇപ്പൊ എങ്ങനെയൊക്കെയോ ആ ട്രെയിലറിന്റെ അടിയിലൂടെ വലിഞ്ഞു ട്രെയിലറിന്റെ പുറത്തെത്തുന്നുണ്ട്. അവൻ താഴെ വീഴാനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഇടയിൽ തന്നെ അവന്റെ കയ്യിൽ ഒരു തോക്കില്ലായിരുന്നു, അത് തെറിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ എങ്ങനെയൊക്കെയോ വലിഞ്ഞ് ട്രെയിലറിന്റെ ഫ്രണ്ട് ഭാഗത്ത് വരികയാണ്. അവിടെ ഇരിക്കാനായിട്ട് കുറച്ച് സ്ഥലമുണ്ട്. അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നീട് ആ ട്രക്കുകാരൻ ട്രക്കും എടുത്തിട്ട് ട്രക്കുകാരന്റെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അങ്ങേർക്കൊരു ഭാര്യയും മോനും ഉണ്ട്. എന്നിട്ടാണ് അങ്ങനെ ഈ ഒരു പരിപാടി ചെയ്തത്. മോൻ അച്ഛനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമായിട്ട് ഓടി വരികയാണ്. അതുപോലെ ഭാര്യയുണ്ട്. ഭാര്യയ്ക്കും ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുപോലെ മോനും അറിയത്തില്ല. ഇപ്പൊ ഭാര്യയെ ട്രക്ക് ഡ്രൈവർ ഫുഡ് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു വിടുകയാണ്. കാരണം ഇങ്ങേരുടെ കുറച്ച് സുഹൃത്തുക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഏത് സുഹൃത്തുക്കളാണെന്ന് മനസ്സിലായില്ലേ, ആ ഭ്രാന്തന്മാര് തന്നെയാണ്. എന്തായാലും ഭാര്യ പോയതിനു ശേഷം ട്രക്ക് ഡ്രൈവർ ട്രക്ക് എടുത്തൊരു സൈഡിൽ ഒതുക്കിയിടുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു ഷെഡ് ഉണ്ട്. ആ
ഷെഡിന്റെ സൈഡിലായിട്ടാണ് ഒതുക്കിയിടുന്നത്. ഇപ്പൊ ട്രക്ക് ഡ്രൈവർ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ മോൻ അച്ഛനെ കാണാനായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. മോനെ കണ്ടതും ട്രക്ക് ഡ്രൈവർ ഒരു കത്തി എടുത്ത് മോന് കൊടുക്കുന്നുണ്ട്. എന്തോ സോൾജറിന്റെ കത്തിയാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ആ പയ്യന് ഒരുപാട് സന്തോഷമായിട്ട് അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ ട്രക്ക് ഡ്രൈവർ നമ്മുടെ ജെഫിനെ കാണാതെ ആ ഒരു ഷെഡ് ചെന്ന് തുറന്ന് അതിനുള്ളിൽ എന്തൊക്കെയോ നോക്കുകയാണ്. എന്തൊക്കെയോ എടുത്ത് വെക്കുന്നും പറക്കി വെക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പൊ ജെഫ് ആരും അറിയാതെ പതിയെ ആ ട്രക്കിൽ നിന്ന് തൊട്ടടുത്തുള്ള ഷെഡിന്റെ മുകളിലോട്ട് വലിഞ്ഞു കയറും. പക്ഷെ ശബ്ദം കേൾക്കുന്നുണ്ട്. ട്രക്ക് ഡ്രൈവറിന് എന്തോ ഒരു സംശയം തോന്നിയിട്ട് ആരാ അവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ട്രക്ക് ഡ്രൈവർ എന്താ വിചാരിക്കുന്നത്, അങ്ങേരുടെ മോനാണെന്നാണ്. പക്ഷെ മോനൊന്നുമല്ല, എന്തായാലും തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വീണ്ടും അങ്ങേരുടെ പണികൾ ചെയ്യാണ്. ഇതേ നേരം തന്നെ ജെഫ് എങ്ങനെയൊക്കെയോ ഷെഡിന്റെ മുകളിൽ വലിഞ്ഞു കയറിയിട്ട് അവിടെ തന്നെ ഒരു ജനലുണ്ടായിരുന്നു, അത് പൊളിച്ചിട്ട് അകത്തോട്ട് കയറുന്നുണ്ട്. അകത്തോട്ട് കയറി നോക്കുമ്പോൾ അതൊരു വലിയ ഷെഡാണ്. അതിൽ തന്നെ കുറേയധികം സാധനങ്ങൾ കിടപ്പുണ്ട്. കുറേയധികം വണ്ടികളുടെ നമ്പർ പ്ലേറ്റ്, അതുപോലെ കുറേയധികം ക്യാമറകള്, ഫോണുകള്, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ. ഇവരിത് കുറച്ചു നാൾ കൊണ്ട് തുടങ്ങിയൊന്നുമല്ല, വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ കുറേയധികം അവർ കൊന്നു കളഞ്ഞ ആൾക്കാരുടെ സാധനങ്ങളാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് ജെഫിന് മനസ്സിലായി. ഇതേ നേരം തന്നെ ആ വീട്ടിലോട്ട് വേറൊരു ട്രക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആ ട്രക്ക് നേരെ വരുന്നത് ഈ ഷെഡിനുള്ളിലാണ്. ഇതെല്ലാം കണ്ട് ജെഫ് മുകളിൽ അങ്ങനെ ഇരിപ്പുണ്ട്. അവൻ അവിടെ നിന്നൊരു ബേസ് ബാറ്റ് കിട്ടിയിട്ടുണ്ട്. അതെടുത്ത് അവൻ കയ്യിൽ പിടിച്ചിട്ട് ഒരു സൈഡിൽ ഒളിച്ചിരിക്കുകയാണ്. എന്തായാലും ആ ട്രക്കിൽ വന്നത് മറ്റാരുമല്ല, മുത്തപ്പനും അതുപോലെ തന്നെ ആ പയ്യനും കൂടാണ്. ഇപ്പൊ ഈ ട്രക്ക് ഉള്ളിൽ കയറ്റിയിട്ട് ട്രക്ക് ഡ്രൈവർ ആ ഒരു ഷെഡിന്റെ ഡോർ അങ്ങ് അടയ്ക്കുന്നുണ്ട്. ഭാര്യയും മക്കളൊന്നും ഇത് കാണാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നീട് ആ ട്രക്കിന്റെ ഒരു ഭാഗം തുറന്നിട്ട് ആ ട്രക്ക് ഡ്രൈവറും കൂട്ടാളികളും കൂടെ ഒരു ബോഡി പുറത്തോട്ട് എടുക്കുന്നുണ്ട്. അത് മറ്റാരുടെയും ബോഡിയല്ല, സാറയുടെ ബോഡി തന്നെയാണ്. അവളെ തട്ടി നോക്കുമ്പോൾ അവൾക്ക് അനക്കമില്ല. അതുകൊണ്ട് തന്നെ അവള് മരിച്ചെന്ന് വിചാരിച്ചിട്ട് ഇവന്മാരെല്ലാരും കൂടെ അവളുടെ ബോഡി എടുത്ത് ഫ്രീസറിൽ വെക്കാനായിട്ട് പോവാണ്. ഇതെല്ലാം കണ്ട് ജെഫ് ആകെ തകർന്ന് മുകളിൽ അങ്ങനെ ഇരിപ്പുണ്ട്. പക്ഷെ പെട്ടെന്നായിരിക്കും സാറയ്ക്ക് ബോധം വരുന്നത്. അവള് പെടയാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ അവന്മാർ അവളെ താഴെ ഇടുകയാണ്. ഈ താഴെ ഇടുന്ന നേരത്ത് അവളുടെ മുകളിലൂടെയുള്ള ആ വെള്ളത്തുണി മാറുന്നുണ്ട്. അതുപോലെ അവൾക്ക് ചുറ്റും കാണാനായിട്ടും പറ്റുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ എന്താ, മുകളിലായിട്ട് നമ്മുടെ ജെഫ് ഇരിപ്പുണ്ട്. അവന്റെ കണ്ണ് അവൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്തായാലും ഇപ്പൊ വന്നവന്മാര് അവൾ അവിടെ നിന്ന് പൊക്കി എടുത്തോണ്ട് പോയി താഴെ തന്നെ ഒരു ഫ്രീസർ ഉണ്ടായിരുന്നു, ആ ഫ്രീസറിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. അതേപോലെ തന്നെ അവളുടെ വായിൽ സെലോ ടേപ്പ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും അവൾ ചെറിയ രീതിയിൽ നിലവിളിച്ച് പുറത്ത് ചെറിയ രീതിയിൽ ശബ്ദം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ ട്രക്ക് ഡ്രൈവറിന്റെ ഭാര്യയും മോനും കൂടെ അങ്ങോട്ട് വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർ ഡോറ് തുറക്കാത്തത് കൊണ്ട് തന്നെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് ഭാര്യയ്ക്ക് അറിയത്തില്ല. ഇപ്പൊ ഭാര്യയും അതുപോലെ തന്നെ മോനും കൂടെ വന്ന് വിളിച്ചത് കൊണ്ട് തന്നെ അവര് ബോഡിയെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം ചെന്ന് ഡോറ് തുറന്നിട്ട് ഭാര്യയുടെയും മോന്റെയും കൂടെ എല്ലാരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്, ആ ഷെഡൊക്കെ പൂട്ടിയതിനു ശേഷം. എന്തായാലും ഈ നേരം ജെഫ് അതിന്റെ മുകളിൽ നിന്ന്, അതായത് ഷെഡിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ഭാര്യനെ അടച്ചു വെച്ചേക്കുന്ന ഫ്രീസർ റൂമിലെ അതിന്റെ ഡോറ് തുറക്കാനായിട്ട് നോക്കും. പക്ഷെ അത് പൂട്ടി വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവ അവിടെ നിന്ന് കുത്തി തുറക്കാൻ പറ്റുന്ന സാധനം എടുത്തിട്ട് കുത്തി തുറക്കാനായിട്ട് നോക്കും, അത് നടക്കുന്നില്ല. എന്തായാലും അവിടെ ഒരു ട്രക്ക് കിടപ്പുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാനായിട്ട് ട്രക്കിനുള്ളിൽ പരിശോധിക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് ഒരു തോക്ക് കിട്ടുന്നുണ്ട്. ആ തോക്ക് എടുത്ത് അവൻ വെക്കുകയാണ്. എന്തായാലും ആ ഒരു ഫ്രീസർ തുറക്കാനുള്ള ലോക്ക് അവന് കിട്ടിയിട്ടില്ല. പിന്നീട് അവൻ നേരെ ചെല്ലുന്നത് വീടിനുള്ളിലാണ്. ആരുടെ വീട്ടില്, ട്രക്ക് ഡ്രൈവറിന്റെ വീട്ടിനുള്ളിൽ. അതിനുള്ളിൽ കയറിയിട്ട് അവൻ തോക്കും പിടിച്ച് അങ്ങനെ നടക്കുകയാണ്. എന്തൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഒരു റൂമിൽ ചെന്ന് നോക്കുമ്പോൾ മോൻ അവിടെ ഇരുന്ന് വീഡിയോ ഗെയിം കളിക്കുന്നുണ്ട്. മോനെ ഒന്നും ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് വേറൊരു റൂം ഉണ്ടായിരുന്നു. ആ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ എല്ലാ ആൾക്കാരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ അവൻ തോക്കും പിടിച്ച് അകത്തോട്ട് കയറി വരുമ്പോൾ എല്ലാ ആൾക്കാരും പേടിച്ചു പോകുന്നുണ്ട്. ട്രക്ക് ഡ്രൈവറിന് നേരെ തോക്കും ചൂണ്ടി അങ്ങനെ നിൽക്കുകയാണ്. എന്റെ ഭാര്യനെ നിങ്ങൾ എന്താണ് ചെയ്തത്, പെട്ടെന്ന് തന്നെ ആ ഫ്രീസറിന്റെ താക്കോൽ എനിക്ക് താ എന്നൊക്കെ പറയുമ്പോൾ ഈ ട്രക്ക് ഡ്രൈവർ എന്ത് താക്കോല്, നിങ്ങൾ ആരാ, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയാണ്. അതായത് ട്രക്ക് ഡ്രൈവറിന്റെ ഭാര്യയുടെ മുമ്പിൽ ഇയാളെ നന്മമരം കളിക്കുകയാണ്. പക്ഷെ നമ്മുടെ ജെഫ് എല്ലാ സത്യങ്ങളും ഭാര്യയോട് വിളിച്ചു പറയാണ്. ഭാര്യയ്ക്കും വലിയ വിശ്വാസമൊന്നും വന്നിട്ടില്ല. പെട്ടെന്നായിരിക്കും ജെഫിന്റെ പിന്നിൽ ആ പയ്യൻ ഒരു തോക്ക് എടുത്തോണ്ട് വന്ന് നിൽക്കുന്നത്. അതുപോലെ അത് റീലോഡഡ് ആണ്, ഇപ്പൊ ഷൂട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ജെഫ് ആ പയ്യനോട് പറയുന്നുണ്ട് വേണ്ട അങ്ങനെ ഒന്നും ചെയ്യലെന്ന്. പക്ഷെ പയ്യൻ കേൾക്കത്തില്ല. ഷൂട്ട് ചെയ്യാനായിട്ട് പോയതും ജെഫ് ആ തോക്കിൽ ഒറ്റ തട്ടാണ്. തട്ടുന്ന നേരത്ത് തോക്കിന്റെ ഡയറക്ഷൻ മാറിയായിരുന്നു. അങ്ങനെ ബുള്ളറ്റ് ചെന്ന് കയറുന്നത് മുത്തപ്പന്റെ തോളിലാണ്. അങ്ങേർക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു ആ ഒരു ബുള്ളറ്റിന്റെ, അത് കിട്ടി. എന്തായാലും ഈ പ്രശ്നം നടന്നതും ഇവരുടെ കൂട്ടത്തിൽ മുടിയുള്ള ഒരു പയ്യനില്ലേ, മറ്റേ കാറൊക്കെ കഴുകിയ, അവൻ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഓടുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ ഓടാനായിട്ട് ജെഫ് സമ്മതിച്ചില്ല. തോക്ക് കാണിച്ച് എല്ലാത്തിനെയും പേടിപ്പിച്ച് നിർത്തിയിട്ട് പുറത്തോട്ടിറങ്ങി നടന്നു പോകാനായിട്ട് പറയും. അങ്ങനെ തോക്ക് കാണിച്ച് പേടിപ്പിച്ചിട്ട് ഇവരെല്ലാരെയും ആ ഷെഡിൽ കൊണ്ടുവരുന്നുണ്ട്. അവിടെ കൊണ്ടുവന്നിട്ട് ഭാര്യനെ കൊണ്ട് അവിടുത്തെ ആ ഒരു റൂം തുറപ്പിക്കുകയാണ്. അതിനടിയിൽ ഒരു ഫ്രീസർ ഉണ്ട്. ആ ഫ്രീസർ ചെന്ന് ഭാര്യ തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ നമ്മുടെ സാറയുണ്ട്. സാറയ്ക്ക് ബോധം വന്നതും അവൾ ചാടി എണീക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ ആ ഫ്രീസറിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയിട്ട് മുകളിലോട്ട് വന്ന് ജെഫിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ജെഫ് ബാക്കിയുള്ള ആൾക്കാർക്ക് നേരെ തോക്കെടുത്ത് കാണിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ജെഫ് ഇപ്പൊ എല്ലാ ആൾക്കാരോടും ആ ഫ്രീസർ റൂമിനുള്ളിലോട്ട് കയറാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഈ വില്ലന്മാരെയും അതുപോലെ വില്ലന്റെ ഭാര്യനെയും മോനെയും അതിനുള്ളിൽ കയറ്റിയാണ് ഡോർ അടയ്ക്കാനായിട്ട് നിൽക്കുമ്പോൾ ട്രക്ക് ഡ്രൈവർ ഇരുന്നങ്ങ് ഭയങ്കരമായിട്ട് എന്താ പറയാ, നിന്നെ കൊല്ലൂടാ തിന്നോടാ, നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകത്തില്ലടാ എന്നൊക്കെ പറയാണ്. അപ്പം നമ്മുടെ ജെഫ് എന്താ ചെയ്യുന്നത്, അങ്ങേരുടെ മുഖത്ത് നോക്കി ഒറ്റ ചവിട്ടാണ്. ദാ പോയി മറിഞ്ഞു നടക്കുന്നു. എന്നിട്ട് ഡോർ അടച്ച് അതിനെ പൂട്ടിയിട്ടിട്ട് അതിന്റെ മുകളിൽ കുറെ വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ വാരിയിട്ടിട്ട് ജെഫും അതുപോലെ തന്നെ സാറയും കൂടെ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു പോയില്ലേ, അവൻ വീടിനുള്ളിൽ കയറിയിട്ട് ഒരു തോക്കെടുത്ത് അതിനുള്ളിൽ ബുള്ളറ്റ് ഒക്കെ ഇട്ട് റീലോഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പൊ
ജെഫും സാറയ്ക്കും അവൻ എന്തായാലും ഇവരെ വേട്ടയാടാനായിട്ട് വരുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് കിടന്ന ഒരു കാർ ഉണ്ടായിരുന്നു. ആ കാറിനുള്ളിൽ കയറിയിട്ട് അതെടുത്തിട്ട് പോകാനായിട്ട് നിൽക്കുമ്പോൾ അതിനുള്ളിൽ ചാവിയില്ല. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കൂടെ ഷെഡിൽ നിന്നും പുറത്തിറങ്ങി പുറത്തോട്ട് നോക്കുമ്പോൾ ദൂരെയായിട്ട് വേറൊരു പിക്കപ്പ് കിടപ്പുണ്ട്. അപ്പൊ ആ പിക്കപ്പ് എടുത്ത് പോകാന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും കൂടെ അവിടെ ഓടാനായിട്ട് തുടങ്ങും. അങ്ങനെ ഓടി പിക്കപ്പിന്റെ അടുത്ത് വരുമ്പോൾ പിക്കപ്പിനുള്ളിൽ ചാവിയില്ല. തൊട്ടടുത്ത് തന്നെ ചെറിയൊരു കാരവാൻ ഉണ്ട്, അതിനുള്ളിൽ ചാവി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ പെട്ടെന്ന് തന്നെ ആ ഒരു കാരവാനുള്ളിൽ കയറിയിട്ട് ചാവി അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ രണ്ട് തോക്കുണ്ട്, ഒരു ചെറിയ തോക്കും ഒരു വലിയ തോക്കും. ഒന്ന് ദൂരത്ത് ഷൂട്ട് ചെയ്യാനും ഒന്ന് അടുത്ത് ഷൂട്ട് ചെയ്യാനും. ഇപ്പൊ കാരവാൻ ഉള്ളിൽ കയറിയതും ഇവർ ചാവി അന്വേഷിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതുപോലെ ജെഫ് ആരെയോ വിളിച്ചിട്ട് പോലീസിനെ അയക്കാനായിട്ട് പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ മറ്റേ പ്രാന്തനില്ലേ, അതായത് ആ മുടിയുള്ള പയ്യൻ, അവൻ ഓടി ചെന്നിട്ട് എല്ലാ ആൾക്കാരെയും തുറന്നു വിട്ടിട്ടുണ്ട്. എന്നിട്ട് ആ ട്രക്ക് ഡ്രൈവർ ആ ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതും അങ്ങേരുടെ ട്രക്ക് എടുത്തിട്ട് ഈ കാരവാന് നേരെ ഓടിച്ചു വരികയാണ്. ഇത് ജെഫ് കാണുന്നുണ്ട്. ജെഫ് പെട്ടെന്ന് തന്നെ ഭാര്യനെ പിടിച്ചു മാറ്റുന്നുണ്ട്. കാരവാന്റെ ഒരു സൈഡ് ഇടിച്ചു പൊളിച്ചിട്ട് ആ ഒരു ട്രക്ക് ഡ്രൈവർ അവിടെ നിന്ന് പോവാണ്. ഇന്നേരം കൊണ്ട് ഭാര്യയും അതുപോലെ തന്നെ ജാക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അവർക്ക് ആ പിക്കപ്പിന്റെ ചാവി കിട്ടാണ്. എത്രയും പെട്ടെന്ന് തന്നെ പുറത്തോട്ടിറങ്ങി വന്നിട്ട് പിക്കപ്പിനുള്ളിൽ രണ്ടുപേരും കയറിയിട്ട് പിക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കും. പക്ഷെ സ്റ്റാർട്ട് ആവുന്നില്ല. അതേ നേരം തന്നെ മറ്റേ ട്രക്ക് ഡ്രൈവർ ഇവരെ ഇടിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അവർ വിട്ടുകൊടുക്കത്തില്ല. എങ്ങനെയൊക്കെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പോവാണ്. ജസ്റ്റ് മിസ്സിനാണ് ഇവർ രക്ഷപ്പെട്ടത്. പിന്നീട് അവർ എങ്ങനെയൊക്കെ ട്രക്ക് എടുത്തിട്ട് റോഡിൽ വരുന്നുണ്ട്. റോഡിലൂടെ അങ്ങനെ ഓടിച്ചു പോവാണ്. അപ്പോഴായിരിക്കും മറ്റേ പയ്യൻ കാറും എടുത്തിട്ട് ഇവരെ വന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ജെഫ് ആ പയ്യനെ നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു സൈഡിലൂടെ മറ്റേ മുത്തപ്പനും കാർ എടുത്ത് വന്നിട്ടുണ്ട്. അങ്ങേർക്കൊരു വെടി കൊണ്ടെങ്കിലും അങ്ങേർക്ക് കുഴപ്പമൊന്നുമില്ല, ഷോൾഡറിലാണ് കൊണ്ടത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നമ്മുടെ ജെഫിന്റെ കാറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കാനായിട്ട് തുടങ്ങും. ജെഫ് അവരെ ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കുമെങ്കിലും കാറിന്റെ പല ഭാഗത്തായിട്ടേ കൊള്ളുന്നുള്ളൂ. അന്നേരമായിരിക്കും ട്രക്ക് വന്നവരുടെ പിന്നിൽ ഇടിക്കുന്നത്. അത് ട്രക്ക് ഡ്രൈവറിന്റെ പരിപാടിയാണ്. എന്തായാലും ഇപ്പൊ ജെഫ് അവന്റെ കാർ വെച്ചിട്ട് ആ പയ്യന്റെ കാറിനിട്ട് ഇടിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ പയ്യന്റെ കാറിന്റെ കൺട്രോൾ തെറ്റിയിട്ട് അത് പോയി കുത്തനെയും മറിഞ്ഞ് ഒറ്റ പൊട്ടലാണ്. അവന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി ബാക്കിയുള്ളത് ട്രക്ക് ഡ്രൈവറും അതുപോലെ മുത്തപ്പനുമാണ്. മുത്തപ്പൻ തോക്കെടുത്തിട്ട് ഇവരെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു. അങ്ങേരത് ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് തന്നെ അത് കണ്ടിട്ട് വണ്ടി വെട്ടിച്ച് മാറ്റുമ്പോൾ ഇങ്ങേരുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ പിന്നാലെ ആ ട്രക്ക് ഡ്രൈവർ ട്രക്ക് ഓടിച്ച് വരികയല്ലേ. അങ്ങേര് ട്രക്ക് വെച്ച് ജെഫിന്റെ സാറയുടെയും പിക്കപ്പിൽ വണ്ടി വെച്ച് ഇടിച്ചിടിച്ച് അവസാനം ട്രക്കിന്റെ കൺട്രോൾ തെറ്റി ട്രക്ക് തെന്നി മാറുകയാണ്. അതിൽ നിന്ന് ട്രെയിലർ ഊരി പോകുന്നുണ്ട്. ആ കണ്ടെയ്നറിലെ അത് ഊരി പോകുന്നുണ്ട്. അത് റോഡിൽ വന്ന് വീഴാണ്. ഈ നേരം തന്നെ മറ്റേ മുത്തപ്പൻ ഇത് ശ്രദ്ധിക്കാതെ ആ കണ്ടെയ്നറിൽ കൊണ്ടുവച്ച് ഇടിക്കുകയാണ്. വണ്ടി മറിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ അങ്ങേരുടെ കാര്യത്തിലും തീരുമാനമായി. ഇനി ബാക്കിയുള്ളത് ട്രക്ക് ഡ്രൈവറാണ്. ഈ ട്രക്ക് ഡ്രൈവർ ജെഫിനെയും സാറിനെയും കൊണ്ടുവച്ച് ഇടിക്കുമ്പോൾ ഇവരെങ്ങനെയൊക്കെ പിക്കപ്പ് കൺട്രോൾ ചെയ്തിട്ട് വേറൊരു കൊച്ചു റോഡിലൂടെ കയറി പോകുന്നുണ്ട്. അതുപോലെ ഇവർ അവരെ ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് ട്രക്ക് ഡ്രൈവറിനെ. പക്ഷെ നടക്കുന്നില്ല. അവസാനം ട്രക്ക് ഡ്രൈവർ ആ പിക്കപ്പിൽ കൊണ്ടുവച്ച് ഇടിച്ച് പിക്കപ്പിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുമല്ല ഇവരിപ്പോൾ ഉള്ളത് ഒരു പാലത്തിന്റെ മുകളിലാണ്. അങ്ങനെ ട്രക്ക് വെച്ച് ഇടിച്ചിടിച്ച് പാലത്തിൽ നിന്ന് താഴെ തള്ളിയിടാനായിട്ട് നോക്കുന്നുണ്ട്. ആര്? ട്രക്ക് ഡ്രൈവർ ജെഫിനെ സാറിനെ ആ പിക്കപ്പോടെ തന്നെ താഴോട്ട് തള്ളിയിടാനായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പൊ ഈ പിക്കപ്പ് ഒരുപാടധികം തകർന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ പിക്കപ്പ് ഇടിച്ചിട്ട് ചളുങ്ങുന്നുണ്ട്. അതേപോലെ സാറയുടെ കാലുണ്ടല്ലോ ആ പിക്കപ്പിനുള്ളിൽ കുടുങ്ങിപ്പോവാണ്. അവൾക്ക് പുറത്തോട്ടിറങ്ങാനായിട്ട് പറ്റുന്നില്ല. ഇപ്പൊ ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ജെഫ് ട്രക്കിൽ നിന്ന് പുറത്തോട്ടിറങ്ങുകയാണ്. എന്നിട്ട് നേരെ ചെന്ന് ആ വലിയ ട്രക്കിലെ അതിന്റെ ഡോറ് തുറന്ന് അകത്തോട്ട് കയറിയിട്ട് അതിന്റെ സ്റ്റിയറിംഗ് പിടിച്ച് വെട്ടിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ട്രക്കിന്റെ കൺട്രോൾ തെറ്റിയിട്ട് ട്രക്ക് ആ കാറിന്റെ മുകളിലൂടെ കയറുന്നുണ്ട്. പക്ഷെ സാറയ്ക്കൊന്നും പറ്റുന്നില്ല. അങ്ങനെ കാറിന്റെ മുകളിലൂടെ കയറിയിട്ട് പാലത്തിന്റെ താഴോട്ട് പോവാണ്. ഈ ഡ്രൈവറിന് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. രണ്ടുപേരും കൂടെ പിടിവലി നടത്തുമല്ലേ. എന്തായാലും എങ്ങനെയൊക്കെ അത് പാലത്തിന്റെ മുകളിൽ നിന്ന് താഴെ ചെന്ന് വീഴുന്നുണ്ട്. പക്ഷേ താഴോട്ട് പോകുന്നില്ല. ആ പാലത്തിന്റെ മുകളിൽ അങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. ഇപ്പൊ ജെഫ് ട്രക്കിൽ നിന്ന് പുറത്തോട്ട് തെറിച്ചു വീഴാനായിട്ട് അങ്ങനെ തൂങ്ങി കിടപ്പുണ്ട്. അതുപോലെ മറ്റേ ട്രക്ക് ഡ്രൈവറിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു സൈഡിലെ ഡോറ് തുറന്നിട്ട് മുകളിലോട്ട് വലിഞ്ഞു കയറുകയാണ്. നമ്മുടെ ജെഫും വെറുതെ വിടത്തില്ല. അവനും എങ്ങനെയൊക്കെ വലിഞ്ഞ് മുകളിലോട്ട് കയറുന്നുണ്ട്. ഇപ്പൊ ട്രക്ക് ഡ്രൈവർ മുകളിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ജെഫ് അങ്ങേരുടെ കാലിൽ പിടിച്ച് വലിക്കുകയാണ്. അവിടെ തന്നെ ഒരു ചങ്ങല ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ട്രക്ക് ഡ്രൈവർ ആ ചങ്ങലയിൽ പിടിച്ച് വലിച്ചിട്ട് രക്ഷപ്പെടാനായിട്ട് നോക്കും. എന്തായാലും ഇപ്പൊ ജെഫ് മുകളിലോട്ട് കയറി വന്നിട്ട് അങ്ങേർക്കിട്ട് അടിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ അടിയുടെ ഇടയിൽ ട്രക്ക് ഡ്രൈവർ ജെഫിനെ ചവിട്ടി താഴെ കളയാണ്. അപ്പൊ ജെഫ് താഴെ അങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ ഇങ്ങനെ എണീറ്റ് വന്നിട്ട് ഇങ്ങരുടെ ഒരു ചങ്ങല കിട്ടിയില്ലായിരുന്നു. അത് ഇങ്ങരുടെ കയ്യിൽ ലോക്ക് ചെയ്തിട്ട് ജെഫിനെ താഴോട്ടിട്ട് അടിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ജെഫ് ആ ഒരു അടി കൊണ്ടിട്ട് ആ ഒരു ചങ്ങലയിൽ പിടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ചങ്ങല പിടിച്ച് താഴോട്ട് വലിക്കുമ്പോൾ ഈ ട്രക്കുകാരൻ താഴെ ചെന്ന് മറിഞ്ഞു വീഴുന്നുണ്ട്. അങ്ങേരുടെ കാര്യത്തിൽ തീരുമാനമായി. ഇതിനുശേഷം പെട്ടെന്ന് തന്നെ ജെഫ് മുകളിലോട്ട് കയറി ചെല്ലുകയാണ്. ആ ട്രക്ക് ഇപ്പം വീഴും ഇപ്പം വീഴത്തില്ല എന്നുള്ള അവസ്ഥയാണ്. മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു പിക്കപ്പ് കിടപ്പുണ്ട്. അതിനുള്ളിൽ സാറ കിടപ്പുണ്ട്. ആ ട്രക്ക് താഴോട്ട് ചെന്ന് വീണാൽ എന്തായാലും ആ പിക്കപ്പും വീഴും, കൂടെ തന്നെ സാറയും ചെല്ലും. ഇപ്പൊ പെട്ടെന്ന് തന്നെ ജെഫ് സാറേനെ വലിച്ച് പുറത്തോട്ടിടുന്നുണ്ട്. അവളുടെ കാല് കുടുങ്ങിയതായിരുന്നെങ്കിലും എങ്ങനെയൊക്കെ വലിച്ച് പുറത്തോട്ടിടുമ്പോൾ ട്രക്ക് താഴോട്ട് പോകുന്നില്ല. ഇവർ രക്ഷപ്പെട്ടു. രണ്ടുപേരും കൂടെ രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടെ താഴോട്ട് നോക്കുമ്പോൾ മറ്റേ ട്രക്ക് ഡ്രൈവർ ചത്തിട്ടില്ല. അങ്ങനെ വീണ്ടും തലപൊക്കി നോക്കുകയാണ്. ഇപ്പൊ ഇത് കാണുന്ന ഭാര്യയ്ക്ക് ദേഷ്യം വന്നിട്ട് ആ കാറിന്റെ ഗിയർ അങ്ങ് പിടിച്ചിട്ട് കൊടുക്കുകയാണ്. കാർ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പൊ പോയതും ട്രക്കിൽ ചെന്ന് ഇടിച്ചിട്ട് ട്രക്ക് ആ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴെ ചെന്ന് വീഴാണ്. അങ്ങേരുടെ മുകളിലൂടെ വീണ് അങ്ങേർക്ക് എന്താ പറയാ ചതഞ്ഞരിഞ്ഞ് തീരുമാനമായി അങ്ങേരുടെ കാര്യത്തിൽ. ഇതിനുശേഷം ഇവരെ ദ്രോഹിച്ച എല്ലാ ആൾക്കാരെയും കൊന്നു കളഞ്ഞല്ലോ. ആ ഒരു സന്തോഷത്തിൽ
സന്തോഷത്തിൽ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് ആ ഒരു പാലത്തിന്റെ മുകളിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.